എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു സ്നാക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വാലിട്ടാൽ അലിഞ്ഞു പോകും, നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ നിങ്ങൾ നോമ്പുതുറക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈദയോ ഗോതമ്പ് പൊടിയോ എടുക്കാവുന്നതാണ്. പക്ഷേ മൈദ എടുക്കുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാവ് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെയാണ് ഈ ഒരു സ്നാക്കാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 2 നുള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ ബേക്കിംഗ് സോഡയും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് കുറച്ചധികം നേരം പുളിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചാലും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നമ്മളിത് പരത്തുമ്പോൾ നല്ലതായിട്ട് തിന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നെയ്യോ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കട്ടത്തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടത്തൈരോ അധികം പുളിയില്ലാത്ത ഏത് തൈരും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ തൈരും ബേക്കിംഗ് സോഡയും കൂടെ ചേരുമ്പോൾ ഈ ഒരു മാവ് പെട്ടെന്ന് തന്നെ പുളിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ല തിന്നായിട്ട് പരത്താനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തൈര് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ബാക്കി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമോ പാലോ നിങ്ങൾക്ക് കുഴയ്ക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയാകരുത്. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. ആ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഒരുപാട് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണ്ട. ആ ഫില്ലിങ് ഉണ്ടാക്കുന്ന സമയം മാത്രം ഒന്ന് മാറ്റി വെച്ചാലും മതിയാകും. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 പഴവും അതുപോലെ തന്നെ ഒരു 10 ഡേറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. ഈന്തപ്പഴം പഴം എന്ന് പറയുമ്പോൾ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. റോബസ്റ്റ പഴം അല്ലാന്നുണ്ടെങ്കിൽ ഞാലിപ്പൂവിനൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞ ഈന്തപ്പഴം നമ്മൾ കുരു കളഞ്ഞിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ നമ്മൾ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മുട്ട നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പഴം ഈന്തപ്പഴത്തിലേക്ക് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫില്ലിങ്. നന്നായിട്ട് ഒരുപാടിട്ട് ഇളക്കി ആ പഴം ഉടയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലും മതിയാകും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് നമുക്കിനി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. കുറച്ച് ഒരു ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചൊരു വലിപ്പമുള്ള ഉരുളകളാക്കി മാറ്റുക. ഈ ഒരു മാവ് ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റായി. ഇനി നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഉരുളകളാക്കിയതിന് ശേഷം ഒരു ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തുക. അങ്ങനെ എല്ലാം പരത്തി ഇടുക. ഒരുപാട് തിന്നാക്കരുത്, ഇച്ചിരി കട്ടി വേണം. അപ്പോൾ ഇങ്ങനെ എല്ലാം പരത്തിയിട്ടിട്ട് ആദ്യം നമ്മൾ പരത്തിയ മാവ് എടുത്തിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ വീശുന്ന പോലെ ഒന്ന് വീശെടുക്കുക. ഇങ്ങനെ വീശാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ പൊറോട്ട വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വീശാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ ചപ്പാത്തി റോൾ വെച്ചിട്ട് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് കൈവച്ച് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ കൈവച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഗ്യാപ്പ് അടഞ്ഞോളും. ഇനി നമ്മളൊരു പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഈ ഒരു തവയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദോശത്തവയുടെ സൈസ് അനുസരിച്ചിട്ട് വേണം നിങ്ങളിത് അടിക്കുമ്പോൾ എടുക്കാനായിട്ട്. ആ ഒരു സൈസിന് ഉരുളകളാക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് ഇതിന് നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു ചപ്പാത്തി ഇതിന് മുകളിലായിട്ട് ഇട്ടിട്ട് ഉടനെ തന്നെ ഈ ഒരു ഫില്ലിങ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 4 സൈഡിൽ നിന്നും നമുക്ക് ഇത് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം.
അതുപോലെ ഇത് കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന മുട്ടയൊന്നും ശരിക്കും കുക്കാവില്ല. അപ്പം വളരെ കുറഞ്ഞ തീയിലിട്ട് സമയമെടുത്ത് തിരിച്ച് മറിച്ചും ഇട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ട് സൈഡ് നന്നായിട്ട് ഇതുപോലെ മൊരിയിച്ചിട്ട് എടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഈ ഒരു മാവ് നല്ല തിന്നായി വന്നുകൊണ്ട് വായിലിട്ടെല്ലാം അലിഞ്ഞു പോകുന്നൊരു രീതിയിലുള്ളൊരു സ്നാക്കാണ്. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും അധികം നേരം മാറ്റി വെച്ചിട്ടില്ല, ഉണ്ടാക്കി അപ്പം തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്നത് ഇതൊരു തായ് സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ അവർ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഫോർവേഡ് മെസ്സേജുകളിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അടിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. ഈ മാവിൻ്റെ കൂട്ടൊന്നും എങ്ങും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു കൂട്ട് എൻ്റെ തന്നെ കൂട്ടാണ്. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങും നമ്മുടെ തന്നെ ഒരു ടേസ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക്. വളരെ വെറൈറ്റിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നമ്മളിത് അടിച്ചെടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൻ്റെ പുറത്തെ ആ ഒരു കവറിങ് നല്ല സോഫ്റ്റാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൽ ഡേറ്റ്സ് നിങ്ങൾ എന്തായാലും ചേർക്കണം. ആ ഡേറ്റ്സിനാണ് അത് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതുപോലെ എങ്ങനെ ഇരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ബോക്സ് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്